വചനധ്യാനത്തിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. Let us turn our Bibles to ഐശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. Isaiah chapter 55 verse 11. ഐശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം. Isaiah chapter 55 verse 11. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. And it shall accomplish what I please. ഇത് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ദൈവവചനത്തിന്റെ ശക്തിയെ പറ്റിയാണ്. And today we are going to learn about the power of the word of God. ദൈവവചനത്തിന്റെ ശക്തി, The power of the word of God. ആത്മനിറവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയൂ. And anybody who is anointed by the power of God will be able to realize the power of the word of God. ആത്മശക്തി പ്രാപിച്ച ഒരു ദൈവപൈതലിനെ ദൈവവചനത്തെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. And everybody who is anointed by the Holy Spirit will be able to release the word of God. ആത്മശക്തി പ്രാപിച്ച ഒരു ദൈവപൈതലിനെ വചനത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. And everybody who is anointed by the power of the Holy Spirit will be able to know what is the power of the word of God. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടണം. And today the word of the power should be revealed in this place. വചനം പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, ഭൂതങ്ങൾ അലറി ഓടണം, അന്ധകാര ശക്തികൾ ഉടഞ്ഞു മാറുവാൻ ഇടയാകണം. എത്രമാർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. When we release the word of God, there should be miracles, there should be healing, there should be mighty work. And how many of you believe? Lift up your hands and glorify God. ഇബ്രാസിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. And so the servant of God says that, so shall my word be that goes forth from my mouth. ദൈവദാസന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം. And look at the servant of God. He says the word that has been spoken out of my mouth. അത് വെറുതെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകത്തില്ല. It shall not return back to God just void. ഒന്നുകൂടെ പറയാം, അത് വെറുതെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകത്തില്ല. It shall not return back void. അത് അവന്റെ അടുത്തേക്ക് പോകാതെ ആ വചനത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി തികച്ചു മടങ്ങി വരും. And it won't go back until it accomplishes what he pleases. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. And it is not easy to understand. കാരണം വിശ്വാസത്തിലാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. Because we are doing everything out of ദൈവത്തിന്റെ faith. വചനം പറയുന്നത് വിശ്വാസം എന്നതോ, And what the word of God says is the faith is, ആശിക്കുന്നതിന് ഉറപ്പും and it is far beyond what we desire, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. and a confirmation of those things that we do not see. അപ്പോൾ വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. And what is faith? The things, the assurance of those things which we are not able to see. ഇത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാ. And since we are human beings, we are not able to accept it. ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാ. It is not able to be accepted. ഇതങ്ങോട്ട് ദഹിക്കാൻ ഇച്ചിരി പാടാ. We are not able to accept this word. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം വലിയ മല പോലെ നിൽക്കുന്ന പ്രതികൂലമാണ്. Because the problem that is in front of us is standing like a mountain. വലിയ പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. We are standing in front of great problems and troubles. ഈ വചനം പറഞ്ഞാൽ എന്തോ സംഭവിക്കാനാ? What will happen if we speak this word? മാനുഷികമായ ബുദ്ധിയിൽ നമ്മൾ അങ്ങോട്ട് എടുക്കും. And we will think as humans. അതുകൊണ്ട് ഇത് പറയുന്നതിന് മുമ്പേ പ്രവാചകനിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. So before even we think like that, the prophet of God says, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, and so that we understand. ഞങ്ങളെപ്പോലുള്ള പാവം പിടിച്ച ദേവദാസന്മാർ, നിങ്ങളെപ്പോലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കല്ല, ബോധമില്ലാത്തവനും കഴിവില്ലാത്തവരുമായി ഇവിടെ പിടിച്ച് നിർത്തിയതാ. കാരണം ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അത് അതിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Let's so that we the anointed servants of God can be able to understand this. For that we read verse. ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. നോക്കിക്കേ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. Look at the power of the word of God which has been explained here. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്താണ് സാധാരണ മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. And the power of the Lord has been explained to a layman. നമുക്കെല്ലാവർക്കും അറിയാം മഴയും ഹിമവും.
And we know that when rain comes, മഴയും മഞ്ഞും നമുക്ക് എല്ലാവർക്കും അറിയാം. we know about what rain is, what snow is. മഴയും മഞ്ഞും നമുക്ക് നല്ലവണ്ണം അറിയാം. We know about it very well. എങ്ങനെയാണ് അത് പെയ്യുന്നത് നമുക്കറിയാം. We also know how it rains, അത് ആകാശത്ത് നിന്ന് പെയ്യുന്നത് പോലെ, like how it rains from heavens, മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് പെയ്യുന്നത് പോലെ, like how rain and snow, when as it rains from heaven. ഈ പെയ്യുന്ന മഞ്ഞും മഴയും തിരിച്ചു പോകുമോ? Does the rain and snow, can it go back the same way it came? ഈ മഞ്ഞും മഴയും തിരിച്ചു പോകുമോ? It doesn't go back the same way it comes. പോകത്തേയില്ല. It doesn't go the way that it has നമ്മുടെ ബുദ്ധിക്ക് come. അത് മനസ്സിലായി. And now we are able to understand that. നമ്മുടെ എല്ലാവരുടെ ബുദ്ധിക്ക് അത് മനസ്സിലായി. Now in our mind we are able to grasp അതുപോലെ it like that. മഴയും മഞ്ഞും എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നിട്ട് മടങ്ങി പോകാതിരിക്കുന്നത് പോലെ, Like how the rain and snow, as it comes down, it doesn't go back the way that it comes. ദൈവത്തിന്റെ വചനത്തെ ഒരു ദൈവവേദന ഉപയോഗിക്കുമ്പോൾ When the child of God uses the word of God, അത് മടങ്ങി പോകത്തില്ല. it doesn't go back to its place. അത് അതിന്റെ പ്രവൃത്തി തികച്ചു മടങ്ങി വരും. It only comes back after accomplishing the word for which it has been sent. അത് അതിന്റെ റിസൾട്ട് കണ്ട് മടങ്ങി വരും. And it will do its result and it will come back. ഒന്നുകൂടെ നമുക്ക് പറയാം, ഞാനൊരു കാര്യം പറയാം. Now once more I want to tell you something. നമുക്ക് വലിയ പ്രതികൂലത്തിലായിരിക്കാന്നിരിക്കട്ടെ. Let's say we are in a great problem. കാരണം എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഒത്തിരി പ്രയാസത്തിൽ കൂടെ കടന്നുപോയ അവസരങ്ങളുണ്ട്. In pastor's previous times, he has gone through a lot of problems and troubles. ഒരു ദൈവദാസൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരൻ മനോജ് വന്നിട്ട് പറഞ്ഞു, ഒരു നന്മ ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. And one pastor, his name is Manoj, he came back and he said that your hope will not be cut off. ഞാൻ ചോദിച്ചിട്ട് സഹോദരൻ, ഈ സമയത്ത് ഇത് എങ്ങനെ സംഭവിക്കാനാ? And pastor asked, how is it going to happen in this time? വിഷയങ്ങളെല്ലാം പ്രതികൂലമാ. All the situations ahead of me is a problem. സാധ്യതകളെല്ലാം അടഞ്ഞിരിക്കുകയാ. All the options are no more പക്ഷേ ഈ there. സഹോദരൻ എന്നോട് പറയുക, But this brother is telling me, ദൈവത്തിന്റെ വചനം വെറുതെ പോകത്തില്ല. the word of God which has been spoken, it won't go back just useless. ദൈവത്തിന്റെ വചനം വെറുതെ പോകത്തില്ല. It won't go back void. അത് അതിന്റെ പ്രവൃത്തി തികച്ച് മടങ്ങി വരും. It will do its work and it will come back. അത് അതിന്റെ ശക്തി കാണിച്ച് മടങ്ങി വരും. And it will reveal its power and come back. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം പറഞ്ഞെങ്കിൽ, And if the word of God has spoken to you നിന്റെ ഈ പ്രതിസന്ധിയിൽ, in your problem, നിന്റെ ഈ പ്രശ്നത്തിൽ, in your troubles, നിന്റെ ഈ കണ്ണുനീരിൽ in your tears, ഒരു നന്മ ഉണ്ടാകും നിശ്ചയം. for sure that is a blessing for you. നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. And your hope will not be cut off. എന്റെ കണ്ണുകൊണ്ട് ആ വചനത്തിന്റെ പ്രവൃത്തി ഞാൻ And കണ്ടിട്ടുണ്ട്. I will be able to see that through my eyes. ഇതാണ് ദൈവത്തിന്റെ വചനം. And this is what the word of God അത് is. വെറുതെ പോകത്തില്ല. It will not go back void. അതിന്റെ പ്രവൃത്തി തികച്ചു മടങ്ങി And വരും. it will only do its work നമുക്ക് and come മനസ്സിലാകാൻ back. വേണ്ടി, വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, ആകാശത്തുനിന്ന് മഞ്ഞും മഴയും താഴേക്ക് പൊഴിയുന്നത് പോലെ, Like so that we understand like how the rain and snow comes down from the skies. അതുപോലെ ദൈവത്തിന്റെ വചനം താഴേക്ക് വരും. Likewise the word of God comes down. അത് അതിന്റെ പ്രവൃത്തി കാണാതെ മടങ്ങി പോകത്തില്ല. And it won't go back unless it does its work. പ്രവൃത്തി കാണാതെ തിരിച്ചു പോകത്തില്ല. It won't go back unless the word does its work. ഇനി പറയുകയാണ്, Now further we read 10ന്റെ 2-ാം വേഴ്സ് വായിച്ചവനെ. അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും ഒന്ന്, ഈ മഴ തിരികെ പോകാതെ, മഞ്ഞും മഴയും തിരികെ പോകാതെ വിതയ്ക്കാനുള്ള വിത്ത്. And this rain, as it doesn't go back the way that it comes, but that it may give seed to the sower. ഈ വിത്ത് എന്തിനെയാ കാണിക്കുന്നത്? What does the seed represent? വചനമാണ്. It is the word of God. രണ്ടാമത്തെ ഒരു കാര്യം, The second thing, ഇത് നാളത്തേക്കുള്ളതാ, ഇന്നെടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. and you can't eat this seed for today, but this seed is for tomorrow. ഈ വചനം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നാളത്തേക്കുള്ളതാ. And this word which you are hearing, it is for tomorrow. രണ്ട്, Two. തിന്മാൻ ആഹാരവും So that you can eat bread, നൽകത്തക്കവണ്ണം. so that you can get the bread for which to eat. അപ്പോൾ ഈ വചനം തരുന്നത് നാളത്തേക്കുള്ള ആഹാരമല്ല, നാളത്തേക്കിനുള്ള വിത്ത്, ഇന്നത്തേക്കിനുള്ള ആഹാരം. And it is a seed for today and a bread for tomorrow. മനസ്സിലാകുന്നുണ്ടോ? ആകാശത്തുനിന്നും മഞ്ഞും മഴയും വിത്ത്
വിത്ത് കൊണ്ടുവരുന്നത് പോലെ വിത്ത് നാളത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി നിനക്ക് വേണ്ടി കരുതുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആഹാരം ഇന്നത്തേക്കിന്, ഇന്ന് നിനക്ക് വേണ്ടിയത്, ഇന്നെന്താണ് നിനക്ക് വേണ്ടിയത് അത് കരുതാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. And the word of God clearly says that as the seed is for today so that you can sow and so that you can have bread for tomorrow, so the word of God is speaking to you. അപ്പോൾ ഇന്നത്തേക്കിനുള്ളത് നാളത്തേക്കിനുള്ളത്. So you see that is something for today and something for tomorrow. അടുത്ത പറയുകയാണ് ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. And then it says that it waters the earth and brings forth and bud. അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ കൂടെ അതിനകത്തുണ്ട്. Now you see there is a future plan in that. അല്ലെങ്കിൽ നിനക്കൊരു ഭാവി പ്ലാൻ കൂടെ വചനത്തിനകത്തുണ്ടെന്നാണ്. And the word of God has a future for you. നീ എടുക്കുന്ന ഈ വചനത്തിനകത്ത് നിന്റെ ഭാവിയുണ്ട്. And whatever word that you have taken has a future for you. നിന്റെ തലമുറയുടെ ഭാവി ഇതിനകത്തുണ്ട്. Your child's future is in this. നിന്റെ കുടുംബത്തിന്റെ ഭാവി ഇതിനകത്തുണ്ട്. Your family's future is in this. നിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാവി ഇതിനകത്തുണ്ട്. Your community's future is in ഈ this. പട്ടണത്തിന്റെ ഭാവി ഇതിനകത്തുണ്ട്. This town's future is in this. എത്ര പേർ അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് വചനം റിസീവ് ചെയ്താട്ടെ. How many of you believe that? If you believe, clap your hands and give glory to God. ദൈവത്തിന്റെ Hallelujah. വചനം. This is the word of ഇതാണ് God. ദൈവത്തിന്റെ വചനം. This is the word of God. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വചനം മടങ്ങി പോകത്തില്ല. അതിന്റെ പ്രവൃത്തി തികച്ചു മടങ്ങി വരുമെങ്കിൽ നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഒന്നും കാണാതെ നീ ഭൂമി വിട്ടു പോകത്തില്ല. അത് വെളിപ്പെടുവാൻ സമയമായി. Like how the rain and snow comes down to this earth and it doesn't return back until it does its work, so the word of God will fulfill its purpose and you will surely see your blessing. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. And there is power in the word of God. ദൈവത്തിന്റെ വചനം ഇന്നും പ്രവർത്തിക്കുന്നു. And the word of God will do its work even ദൈവത്തിന്റെ വചനം today. ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. And even the word of God is working now. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. And it is working in your personal life നിന്റെ today. കുടുംബത്തിൽ പ്രവർത്തിച്ചു And കൊണ്ടിരിക്കുന്നു. it is working in your family today. നിന്റെ തലമുറയിൽ പ്രവർത്തിച്ചു It കൊണ്ടിരിക്കുന്നു. is working in your children നിന്റെ today. മിനിസ്ട്രിയിൽ പ്രവർത്തിച്ചു It കൊണ്ടിരിക്കുന്നു. is working in your ministry today. എത്രപേർ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. And how many of you believe that? Lift up your hands and give glory to God. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let us speak and glorify God in വചനം tongues. ഏറ്റെടുക്കുന്നവർ റിസീവ് ചെയ്താട്ടെ. And the word that has been spoken, I request you to receive റിസീവ് that. ചെയ്താട്ടെ. വചനം റിസീവ് ചെയ്താട്ടെ. Receive the word of God. അതൊരു അനുഗ്രഹമായി നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ And പോകുകയാണ്. that will be revealed as a blessing in your നിന്റെ family. കുടുംബത്തിൽ വെളിപ്പെടാൻ And it പോകുകയാണ്. is going to be revealed in your family. നിന്റെ It തലമുറയിൽ വെളിപ്പെടാൻ is going to പോകുകയാണ്. be revealed in your നിന്റെ children. വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടാൻ It is going to be പോകുകയാണ്. revealed in your personal life. വിശ്വസിക്കുന്നവർ അന്യഭാഷയിൽ ദൈവത്തെ And if you സ്തുതിച്ചാട്ടെ. believe that, speak in tongues and glorify God. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let us glorify God in speaking in tongues. ഘടകം ശീതല ഘടകം അസുര ഘടകം മധുര ഘടകം അന്തൽ ഘടകം റീതൽ ഘടകം റീബൽ ഘടകം ചൂടമാന ധീരമാന ചീടമാന ധീരമാന. ഹല്ലേലൂയ ഹല്ലേലൂയ. Praise you, Jesus. ഇനിയും Now you see. വചനം പറയാൻ തയ്യാറവരായോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. Now those who are ready to speak the word of God, to them the Spirit of the Lord says. അതിന്റെ 12ാം വാക്യം. Let's read verse 12. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. നിങ്ങൾ എന്നോടും നിന്നോടും വചനം കരത്തിലെടുക്കാൻ താല്പര്യമുള്ളവരോട്, നിന്റെ അതരത്തിൽ നിന്ന് വചനത്തെ ക്ലെയിം ചെയ്യാൻ താല്പര്യമുള്ളവരോട് ദൈവത്തിന്റെ വചനം ഇടപെടുകയാണ് ഇന്ന് പകൽക്കാലം. എന്താണെന്ന് അറിയാമോ? നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. To all those who are ready to take the word of God in your mouth and to declare the word of God to you and me, the word of God says that you shall go out with joy. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. You will go out with joy. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. And you will be led out with peace. ഒരു ശത്രുവിനും നിന്നെ തടയാൻ No കഴിയത്തില്ല. evil will be able to stop ഒരു you. പ്രശ്നത്തിനും നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ No കഴിയത്തില്ല. trouble will be able to stop you. ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കാൻ No കഴിയത്തില്ല. darkness will be able to destroy ഒരു you. ഇരുട്ടിന്റെ മണ്ഡലത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. No dark forces will be able to നീ destroy you. സന്തോഷത്തോടെ പുറപ്പെടും. You will go with joy. നിന്റെ കുടുംബം സന്തോഷത്തോടെ പുറപ്പെടും. Your family will go with joy. ഭാവി അനുഗ്രഹിക്കപ്പെടും. Your future will be blessed. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. Your generation will be നിന്റെ blessed. തലമുറ Your അനുഗ്രഹിക്കപ്പെടും. children will be blessed. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Believe, clap your hands and glorify God. Hallelujah. Praise you, Jesus. ചുടമാന ധീരമാന ദീപമാന ദിക്കമാന വൈഡര ചുടലഗനഗദഗനഗദഗനഗദഗനഗദഗന. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്, Next we see
മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. All the trees of the field shall clap their hands. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. And then you shall break forth into singing before മുള്ളിന് you. പകരം സരളവൃക്ഷം മുളയ്ക്കും. And instead of thorns shall come forth cypress tree. പറക്കാരയ്ക്ക് പകരം കൊഴുന്ത മുളയ്ക്കും. Instead of briar shall come forth myrtle tree. അടുത്ത ഞാൻ പറയാൻ പോകുകയാണ്. And then it says, അത് യഹോവയ്ക്ക് ഒരു കീർത്തിയാകും. and it shall be to the name of the Lord. വചനം അനുഷ്ഠിക്കുന്നവൾ യഹോവയ്ക്ക് ഒരു കീർത്തിയാകും. Everybody who declare the word of God shall become a glory to his name. വചനം അനുഷ്ഠിക്കുന്നവൻ യഹോവയ്ക്ക് ഒരു കീർത്തിയാകും. And it shall be for his name. നിന്റെ തലമുറ യഹോവയ്ക്ക് ഒരു കീർത്തിയാകും. And it shall be to the glory of God. Your നിന്റെ children, കുടുംബം യഹോവയ്ക്ക് ഒരു കീർത്തിയാകും. your family will be the glory of God. നിന്റെ ജനറേഷൻ യഹോവയ്ക്ക് ഒരു കീർത്തിയാകും. Your generation will be a glory to God. എത്ര പേർ അത് വിശ്വസിക്കുന്നു? How many of you believe that? വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. And if you believe that, give glory to God. Hallelujah. വചനത്തിന്റെ ശക്തി വളരെ വലുതാണ്. And that is how powerful the word of God is. വചനത്തിന്റെ ശക്തി വളരെ വലുതാണ്. And that powerful is the word of God. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? And how many of you can believe that? എന്റെ ദൈവത്തിന്റെ വചനം ജീവിക്കുന്ന വചനം. My God's word is a living word. ശക്തിയുള്ള വചനം. It is a powerful word. ഇരുമ്പോടമ്പലുകളെ തകർക്കുന്ന വചനം. It can break forth iron rods. അന്ധകാര ശക്തികളെ തകർക്കുന്ന It വചനം. can break forth dark forces. ഇരുട്ടിനെ തകർക്കുന്ന വചനം. It can break darkness. വെളിച്ചത്തെ മാറ്റി ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്ന വചനം. And it can remove the darkness and bring forth light. ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്ന വചനം. It can remove the darkness and bring forth light. ശൂന്യതയെ മാറ്റി അന്ധകാരത്തെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്ന വചനം. It removes the emptiness and brings forth light. ഇന്ന് ഇതിനകത്ത് പ്രവർത്തിക്കുകയാണ്. And that power is working in this place. അതാണ് വചനത്തിന്റെ ശക്തി. That is the power of the word of ഒരു God. പദവാം കൂടെ നമുക്ക് വായിക്കാം. Let us continue to read the word of God. യെശയ്യാവിന്റെ പുസ്തകം 44 അധ്യായം അതിന്റെ 26 വാക്യം. Isaiah chapter 44 verse 26. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എന്റെ ഒരു ദൂതന്മാരുടെ വിടുവാനെ നോക്കിക്കേ. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിക്കും. And here we see that God says, who confirms the word of his servant. ആരാ ഈ ദാസൻ? Who is the servant? ആരാ ഈ ദാസി? Who is the servant? നമ്മൾ ഓരോരുത്തരും. We all are the servants of God. എന്റെ വചനം ഹല്ലേലൂയ. എന്റെ വചനത്തിങ്കൽ വേറൊരു വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ. And another word says that the one who fears on the word of God. എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ ആദരിക്കും. And I will honor him who fears my word. എന്റെ വചനത്തെ ഉയർത്തുന്നവൻ. And the one who lifts up my word. ആ ദാസനെ. And to that servant. ആ ദാസിയെ. To that servant of God. അവൻ പറഞ്ഞതിനെ ഞാൻ പ്രവർത്തിക്കും. And God says that I will do what I have declared. അവന്റെ വായിൽ നിന്ന് വന്ന വചനത്തിന്റെ നിവർത്തി ഞാൻ വെളിപ്പെടുത്തും. And I will reveal the word that has been declared out of my mouth. ദൈവമക്കളെ, നമ്മൾ സാധാരണ ഒരു വിശ്വാസികളല്ല. And children of God, we are not a normal believer. സാധാരണ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ നമ്മൾ തിരിച്ചറിയരുത്. And we should not set ourselves to lead a normal We Christian are a life. separated one. Amen. We are a Hallelujah. separated one. Hallelujah. We are a peculiar one. Hallelujah. We are a separated Hallelujah. one. We are a beloved Praise you, one. Jesus. Hallelujah. Amen. നമ്മൾ ഒരു separated group ആണ്. We are a separated group. എന്റെ ദാസന്റെ വായിൽ നിന്ന് വചനത്തെ ഞാൻ നിവർത്തിക്കും. And I will accomplish the word which has been sent forth through my servant. എങ്കിൽ ഞാനും നിങ്ങളും പറയുന്ന വചനത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ്. And now we are going to see the works which has been spoken out of our mouth. താഴ്ത്തി വായിച്ചവനെ. എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരൂശലേമിൽ മലയാള വാക്യം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിച്ചേ. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. And performs the counsel of his messengers. ഈ ദൂതന്മാരെ എന്തിനാ ആക്കിയിരിക്കുന്നത്? Why did God place this messengers? എന്തിനാ ദൂതന്മാരെ ആക്കിയിരിക്കുന്നത്? Why do we have messengers? സ്നാനപ്പെട്ട ദൈവ പൈതലിന്റെ സേവക ആത്മാക്കളാണ് ദൂതന്മാർ. Now we see that we have been allotted or allocated angels to protect those who are saved. എന്ന് പറഞ്ഞാൽ എന്നെയും നിന്നെയും സേവിക്കാൻ ദൂതന്മാരെ ഒരു സഞ്ചയം നമുക്ക് ചുറ്റുമാക്കിയിട്ടുണ്ടെന്ന്. You see that God has set forth
his angels to protect and to serve you. ആരും നിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, No matter if there is no one who are supporting ലോകം you, ഒന്നും നിനക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും, the world is not supporting you, ദൂതനെ അയച്ച് വിടുവിക്കുന്ന ഒരു സ്വർഗ്ഗം, but God can send his angels and he will deliver you. ദൂതനെ നിനക്ക് വേണ്ടി അയച്ചിരിക്കുന്ന സ്വർഗ്ഗം, God will send his angels to support you, എന്റെ ദാസന് വേണ്ടി ഞാനത് നിവർത്തിക്കും. and I will do it for my servant. ഇനി താഴ്ത്തു വായിച്ചാട്ടെ. And let's continue to read. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും. നോക്കിക്കേ, ഇതിന്റെ പശ്ചാത്തലമൊക്കെ പറയാൻ പോയാൽ യെരൂശലേം തകർന്നു കിടക്കുക, യാതൊരു സാധ്യതയും അവിടെ ഇല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ കണ്ടതുപോലെ അസ്ഥിക്കൂമ്പാരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാ, യാതൊരു സാധ്യതയുമില്ല. ഏറെ ഉണങ്ങിയ അസ്ഥികള്, ഒരു പ്രതീക്ഷയും അവിടെ ഇല്ല. പക്ഷേ എന്റെ ദാസൻ പറഞ്ഞിട്ടുണ്ടോ, അതിനകത്ത് ഞാനൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ ശക്തനെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന Now ഇടപെടുകയാണ്. you see that the situation is very worse. Jerusalem has been destroyed, the walls are destroyed, and there is no options or there is no hope. But in the midst, it's like a situation of dry bones. But the Lord says that even in the midst of this dry bones, the word that has been spoken out of my servant's mouth will be accomplished. ദൈവമക്കളെ, വെറുതെ നിങ്ങൾ ഇരിക്കരുത്. ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ഒരു ദൈവവചനം കരത്തിലെടുക്കുന്നവന്റെ ശക്തിയെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് വിവരിക്കുന്നത്. And this is you should not stay quietly, my dear children of God, because it has been we are speaking about the word that has been spoken out of the child of God's mouth. ശ്രദ്ധ വേറെ എങ്ങും പോകരുത്. You should not deviate your thoughts to other places. ചിലരാണെങ്കിൽ ഇറാനിലെ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുക. And I can see that some people are hovering or just wondering about the problems which are there in Iran. ഇറാനും ഇസ്രായേലിലും നമ്മൾ കൊടുക്കേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We don't have to think about that, but we have to pray about it. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം. We have to pray for നമുക്ക് Israel. തന്ന നിയമമാ. And that is what the law says. ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിയമമാ. We are ought to pray for the peace of the world. That is a law for us. ദൈവവചനം കരത്തിലെടുക്കുന്നവന്റെ ശക്തി. But now we are focusing on the person, on the servant who takes the word of God in his hand. മാനുഷിക ശക്തി അല്ലാതെ, It is not a human power. സൂപ്പർ നാച്ചുറൽ പവർ. It's a supernatural power. സൂപ്പർ നാച്ചുറൽ പവർ ആണ്. It is a supernatural power. അതുള്ളത് വായിച്ചാട്ടെ. Let's continue to read. യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഫുള്ള് വായിച്ചാട്ടെ. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച്. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത്. ഞാൻ എൻ്റെ ദാസന്റെ ദാസിയുടെ വചനം നിവർത്തിക്കും. Now you see that it is written, God will confirm the word of his servant. ഹല്ലേലൂയ. വായിച്ചു. എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കും. And performs the counsel of his messengers. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഞാൻ അവരുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. യഹൂദ നഗരം പണിയപ്പെടും. Now the cities of Judah shall be rebuilt. ഇവിടെ ജനം ഉണ്ടാകും. And the people will come back. നിനക്ക് ജനറേഷൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷനെ തരാൻ ദൈവം ശക്തനാണ്. And if somebody has told you that you are not going to have any generation, but God is able to give you the generation. മെഡിക്കൽ സയൻസ് ചിലപ്പോൾ പറയും തലമുറ ഉണ്ടാകത്തില്ലെന്ന്, പക്ഷേ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു തലമുറയെ തരാൻ ദൈവം ശക്തനാണ്. But the medical science may say that you may not have generation, but the Spirit of the Lord says that you will have generation. നിന്റെ ഫ്യൂച്ചറിനെ കാണുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. That is the God who has come here, who sees your future. നിയമം നിനക്കെതിരായിരിക്കും. The rules and regulations may be against you. ദേശം നിനക്കെതിരായിരിക്കും. The town may be against you. പക്ഷേ വചനം പറയാൻ നീ തയ്യാറാണെങ്കിൽ, But if you are ready to declare the word of അവന്റെ God, ദാസന് വേണ്ടി ദാസിക്ക് വേണ്ടി വചനം പ്രവർത്തിക്കും. and the God is going to perform the word of God for his അത് servant, വെറുതെ പോകത്തില്ല, അതിന്റെ പ്രവൃത്തി തികച്ചു മടങ്ങി വരും. and it won't go void, it will do its work and come അതിന്റെ back, പ്രവൃത്തി തികച്ചു മടങ്ങി വരും. and it will do its work and then come back. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Praise the ഇതായിട്ട് Lord. വായിച്ചോണേ. Let's ഞാൻ continue. ആഴിയോട് ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. കോരേശന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെ മതി. നിവർത്തിക്കുമെന്ന്. അപ്പൊ ഞാൻ ദൈവദാസന്റെ കാര്യം പറയാനാ കൊണ്ടുവന്നത്. കാരണം ആ ഒറ്റ വാക്യം നിങ്ങളത് വായിക്കണം. എല്ലാവരും ബൈബിളൊന്ന് എടുത്തേ. ഈ വാക്യം വായിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കാലം ഒരു പ്രത്യേക ഒരു ശക്തി അങ്ങോട്ട് കയറും. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്,
പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവും കൂടി ഇങ്ങനെ നിൽക്കുകയാ. അപ്പൊ ഈ വചനം അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്കിന് നമ്മൾ ആൾമാറിയവരെ പോലെയാണ്. Now we want to talk about, I want to talk and introduce to you the servant of God. And as we read, let us read this together. As we read this word, that is a power that you will be able to experience, and you will become a different and a new person. Isaiah chapter 42 verse 26. Please display. 42 verse 26. 44 verse 26. 44:26, please. Yeah, we can read that word. Hallelujah. നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. Let's read this together. That confirms the word of his servant. Servant and Hallelujah. performs the counsel of his And perform messenger. the counsel of his messengers, that says to Jerusalem, you shall be inhabited, and to the cities of Judah. Hallelujah. വായിക്കുന്നുണ്ടോ? എല്ലാവരും വായിക്കുന്നുണ്ടോ? Hallelujah. So that says that confirms the word of his servant. Hallelujah. സ്തോത്രം. ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിക്കും. Hallelujah. ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിക്കും. Amen. ഈ വചനം പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. And you have to speak this word and pray. Hallelujah. Hallelujah. ഈ വചനം പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. And you have to speak this word and pray. അടുത്ത ഒരു വാക്യം കൂടെ. Let's read another verse. എബ്രായ ലേഖനം 4-12 വാക്യം. Hebrew chapter 4 verse 12. For the word of ദൈവത്തിന്റെ God വചനം is ജീവനും living and ചൈതന്യവുമായി. Oh, what a wonderful word, isn't it? Hallelujah. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളത്. ജീവനും ചൈതന്യവും. The word of God is life. Hallelujah. The word of God is, hallelujah, Living and powerful. living and power. Amen. The word of God is activated, Amen. ready to Hallelujah. use. Amen. Hallelujah. Hallelujah. The word of the Lord is powerful and Amen. ready to use Hallelujah. for the child of God, for the children of God. Praise you, Jesus. Do you know my children? Hallelujah. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് ജീവനും ചൈതന്യമുള്ള വചനം. Now the word of God which has been written here by Paul, it says that the word of God is living and powerful. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനം. The word of God is living and powerful. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട് വാ തുറന്നിട്ട് ഒന്ന് പറഞ്ഞാട്ട് ജീവനും ചൈതന്യമുള്ള വചനം. Let us open our mouths and say that the word of God is living and powerful. ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുന്നത്. And it is a word which can give life to that lifeless thing. ഇരുട്ടായതിന് വെളിച്ചം കൊടുക്കുന്നത്. And it can bring light to the place where it is dark. കണ്ണുനീരിനെ മാറ്റി സന്തോഷം കൊണ്ടുവരുന്നത്. And he can turn your mourning into dancing. ദൈവത്തിന്റെ വചനം ആക്ടിവേറ്റ് ആണ്. The word of God has been activated. ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. The word of God is powerful. ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. The word of God is powerful. ഹല്ലേലൂയ. Hallelujah. അവർക്ക് വചനത്തെ ഉയർത്താൻ കഴിയും. How many of you can lift up the word of God? പെട്ടെന്നൊരു കർത്താവ് തന്ന ഒരു വചനം വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I just want to turn to another word which the Lord has given me. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. John chapter 11 verse 38 to 44. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കിലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മതി നോക്കിക്കേ, ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. We all know about the background of this passage. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. I'm not going towards this explanation. നമ്മൾ അനേകം മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. We have heard about this a lot of times. സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളത്. We have learned about this in our Sunday schools. പക്ഷേ ഇവിടെ ഒരു കാര്യം കാണാൻ കഴിയും. But here we can see something. വചനമാകുന്നവൻ. The word, and he who was the word. ആരാണ് വചനം? Who is the word? യേശുവാകുന്ന വചനം. Jesus is the word. ആ വചനം എവിടെയുണ്ടോ And wherever there is this word, അവന്റെ ഉള്ളിൽ ഒരു കമ്പാഷൻ ഉണ്ടാകും. and you will be able to find out compassion. ദൈവത്തിന്റെ വചനം കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളിൽ ഒരു കമ്പാഷൻ And ഉണ്ടാകും. everybody who carries this word will have that compassion in him. അതുകൊണ്ടാണ് നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ പലരും കരയുന്നത് കാണാം. And that is the reason you will be able to see when we preach the word of God, some people will be in tears. പലരും വചനം റിസീവ് ചെയ്യും. And many will receive the word of God. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണമെങ്കിൽ ഈ കമ്പാഷനിലേ നടക്കത്തുള്ളൂ. And if God has to do
great signs, wonders, and miracles. It happens only when this compassion comes in. യേശു അത് കാണിച്ചു തന്നു. And that is what Jesus showed us to us. യേശുവിന്റെ ഹൃദയം നൊന്ത് കരങ്ങി. Now we see that Jesus was deeply moved. അവന്റെ ഹൃദയം കലങ്ങി. And he was deeply moved. അഭിഷക്തന്റെ ഹൃദയം കലങ്ങി. And the anointed one's heart was moved. വചനമെടുക്കുന്നവന്റെ ഹൃദയം കലങ്ങണം. And the word of the person who takes the word of God, he should have his heart moved. പ്രതിസന്ധിയെ കാണുമ്പോൾ ഹൃദയം കലങ്ങണം. When he sees problems and trials, his heart should be moved. തകർന്നു പോകുന്ന തലമുറയെ കാണുമ്പോൾ ഹൃദയം കലങ്ങണം. When he sees a generation which are being destroyed, which are going in the path of destruction, his heart has to be moved. നഷ്ടപ്പെട്ടു പോകുന്ന തലമുറകളെ കാണുമ്പോൾ ഹൃദയം കലങ്ങണം. When he sees a generation which are moving towards destruction, his heart has to move. തന്റെ സഹോദരങ്ങളുടെ വിഷയം കണ്ടപ്പോൾ അവന്റെ ഹൃദയം കലങ്ങാൻ തുടങ്ങി. When he saw the problem of his brother and sister, his heart started moving. വചനമാകുന്നവൻ കരയാൻ തുടങ്ങി. The one who is the word, he started to weep. നിന്റെ പ്രതിസന്ധി കണ്ട് കരയാതിരിക്കുന്നവനല്ല ദൈവം. And God is not a God after looking at the problem, he doesn't cry. ദൈവമക്കളെ, നിങ്ങൾ വചനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൊട്ടണം. And if you are using the word of God, your heart will break. നിങ്ങളുടെ ഹൃദയം തകരണം. And your heart will break. പ്രതിസന്ധി ഓർത്ത് കരയണം. And when you see a problem, you should have tears. തലമുറയെ ഓർത്ത് കരയണം. And you should cry for your ഈ children. ദേശത്തെ ഓർത്ത് കരയണം. You should cry for this town. നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് കരയണം. And when you see somebody who's been lost, you have to cry. തകർന്ന് കിടക്കുന്നതിനെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാകണം. And you should be ready to embrace the one who is in the verge of destruction. നമ്മുടെ കർത്താവ് കാണിച്ചതുപോലെ അവന്റെ ഹൃദയം തകർന്നു. And like how Jesus showed, your heart has to break. വചനം ഉപയോഗിക്കുന്നവന്റെ ഹൃദയം തകരും. And everybody who uses the word of God, their hearts break. റിബലിയസ് ആകത്തില്ല. And they will not become rebellious. റിബലിയസ് ആകത്തില്ല. They won't be rebellious. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ റിബലിയസ് ആകത്തില്ല. And when one is being told, he doesn't become rebellious for that. ഹൃദയം തകരാൻ തുടങ്ങി. And his heart started breaking. അവന്റെ ഹൃദയം തകരാൻ തുടങ്ങി. His heart started breaking. ഇനി അടുത്ത വാക്യം വായിച്ചേ. Let's continue to read. 39 വായിച്ചേ. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. And if you believe, you shall see the glory of God. അഭിഷക്തൻ വചനം പറഞ്ഞു. And the anointed one started speaking the word. എവിടെ നിന്നാണ് വചനം പറയുന്നത്? And from where is he speaking the word? ഒരു പ്രതികൂലത്തെ നോക്കിക്കൊണ്ട്. And he is looking at a problem, a situation, and he's speaking the word. ഒരു പ്രശ്നത്തെ നോക്കിക്കൊണ്ട്. And he is looking at a problem and he's speaking the word. തന്റെ സഹോദരി പറയുകയാണ്, ഇത് ഒരു സാധ്യതയും മുമ്പിലില്ല. And the sister is telling that it is not possible. ഇത് നടക്കത്തില്ല. It's not going to happen. ഇത് നടക്കത്തില്ല. It's not going to happen. മരിച്ചിട്ട് 4 ദിവസമായി. He has been dead and has been there for 4 days. നാറ്റം വെച്ച അവസ്ഥയാണ്. And he is in a situation where he's thinking. അഭിഷക്തന് മുമ്പിൽ പ്രശ്നം ഒരു വിഷയമല്ല. But it is not a problem in front of the anointed one. വചനമെടുക്കുന്നവന്റെ മുമ്പിൽ പ്രതിസന്ധി ഒരു വിഷയമല്ല. And it is not a problem to the one who takes the word of God. വചനം പറയുന്നവന്റെ മുമ്പിൽ പ്രശ്നം ഒരു വിഷയമല്ല. It is not a problem to the one who speaks the word of അവൻ God. സൂപ്പർ നാച്ചുറൽ ആയിട്ട് വചനത്തെ പറയും. And he will speak in a supernatural way. വചനത്തെയാണ് ഉയർത്തുന്നത്. Because he is lifting the word of God. മറിയതി വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. Mary, if you believe, you will see the glory of God. ഇരുട്ട് ദൈവത്തിന് ഒരു വിഷയമല്ല. This darkness is not a problem for ഈ God. പ്രതിസന്ധി ദൈവത്തിന് ഒരു വിഷയമല്ല. This trouble is not a problem for God. ഈ കണ്ണുനീര് ദൈവത്തിന് ഒരു വിഷയമല്ല. This tear is not a problem for God. ഇതിനപ്പുറത്തൊരു ജീവനുണ്ട്. And beyond this there is a life. ഇതിനപ്പുറത്തൊരു നന്മയുണ്ട്. That is a blessing beyond this. ഇതിനപ്പുറത്തൊരു വിടുതലുണ്ട്. That is a deliverance beyond this. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. And if you believe that, clap your hands and glorify God. Hallelujah. ചുടമാന ധീരമാന റീപമാന റിക്കമാന ധീരമാന Praise ചുട you, ലഗ ലഗ Jesus. ലഗ 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 ഹല്ലേലൂയ. God, in the name of Jesus. വചനം പറയുന്നവൻ പ്രതികൂലത്തെ കണ്ട് പതറിപ്പോകത്തില്ല. And the one who speaks the word of God, he doesn't get dismayed when he sees a problem. ഇരുട്ട് കണ്ട് പതറിപ്പോകത്തില്ല. He doesn't get dismayed when he sees darkness. വലിയ കല്ല് കണ്ട് പതറിപ്പോകത്തില്ല. He doesn't get dismayed when he sees a big stone. ഒരു കൂട്ടം ജനത്തെ കണ്ട് പതറിപ്പോകത്തില്ല. He doesn't get dismayed when he sees a crowd. അവൻ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് വെക്കും. And he will keep on keeping his steps forward. കാരണം അറിയാം, അവൻ പറഞ്ഞ വചനം വെറുതെ വരത്തില്ല. Because he knows that the word that he has spoken
spoken will not return void. അവൻ പറഞ്ഞ വചനം അതിന്റെ പ്രവൃത്തി തികച്ചു മടങ്ങി വരും. And the word that has been spoken, it will do its work and it will come back. അവൻ പറഞ്ഞ വചനം നന്മ കണ്ട് മടങ്ങി വരും. And the word that has been spoken, it will do its work and he will see his blessing. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. And how many of you believe that? Lift up your hands and glorify God. ഹല്ലേലൂയ. താഴ്ത്തി വായിച്ചവനെ. Hallelujah. Let's continue to read. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഓ, ഒരു മിനിറ്റ് നിൽക്കണേ. ഇതാണ് faith proclamation. And this is the declaration of faith. Hallelujah. Declaration of the faith. Amen. This is the declaration of the faith. Hallelujah. ലാസർ കല്ലറയ്ക്കകത്ത് ഇരിക്കുന്നേ ഉള്ളൂ. Now you see that Lazarus is inside the tomb. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. And he's been dead and he's lying there for 4 days. സാധാരണ വിഷയമല്ല ഇത്. It is not a normal thing. ഒരു കൂട്ടം ജനം ചുറ്റും നിൽക്കുകയാ. There are numerous people who are watching around. എന്താണെന്ന് കാണാൻ നിൽക്കുകയാ. What is going to happen? They want to know. എന്താണ് സംഭവിക്കുന്നത് കാണാൻ നിൽക്കുകയാ. They want to know what's going to happen. പക്ഷേ But അഭിഷക്തനായവൻ, the one who is anointed. അഭിഷക്തന്റെ പ്രാർത്ഥന നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ? And do you see the prayer that the anointed one is making? സ്വർഗ്ഗത്തേക്ക് നോക്കിയിട്ട് He's looking up to heaven. ഒറ്റ പ്രാർത്ഥനയാ. He's praying his prayer. കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. God, I thank you for you hear my prayer. കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. I thank you because you heard my prayer. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. Can we pray in this way? നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. Can we pray in this way? നമ്മൾ പയ്യെ ഒരു ഒതുക്കത്തിലൊക്കെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അന്നേരം വണ്ടി വിടും. And what we do is we slowly pray a normal prayer and we get out of the way. നല്ലൊരു അഭിഷക്തം പ്രാർത്ഥിക്കുകയാ. But see, look at the way the anointed one is praying. കർത്താവേ, എന്നെ അപ്പോയിന്റ് ചെയ്ത ഇതിനു വേണ്ടിയാ. God, you have appointed me for this very purpose. വചനത്തിന്റെ ശക്തി എനിക്ക് നല്ലവണ്ണം I അറിയാം. know the power of the word of God. വചനത്തിന്റെ വെളിപ്പാട് എനിക്കുണ്ട്. I know the revelation of the word of വചനം God. എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. I know how the word of God works. വചനം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. I know how the word of God works. വചനത്തിന്റെ മഹത്വം ഞാൻ കണ്ടിട്ടുണ്ട്. I have seen the glory of the word of അത് God. ഇവിടെ വെളിപ്പെടും. And that will be revealed here അത് today. എന്റെ പേഴ്സണൽ ജീവിതത്തിൽ വെളിപ്പെടും. And that will be revealed in my personal എന്റെ life. കുടുംബത്തിൽ വെളിപ്പെടും. And that will be revealed in my family. എന്റെ കമ്മ്യൂണിറ്റിയിൽ വെളിപ്പെടും. That will be revealed in my ഞാനത് community. വിശ്വസിക്കുന്നു. And I believe that. ഒറ്റ പ്രാർത്ഥന. He just prayed once. നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. I thank you for you heard my prayer. നമ്മളാണെങ്കിൽ പറയും ഇവന് ഭ്രാന്താന്നല്ലേ മോനെ. And if we were there in that situation, we will say that he's mad. ഈ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചെന്ന് പറയും. Now we will say that he's mad. പക്ഷെ വചനം ഉപയോഗിക്കുന്നവൻ പറയും ഭ്രാന്തല്ല എനിക്ക്. But the one who declares the word of God will say that it is not madness. എനിക്കറിയാം എന്റെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. I know that my God can do things. അവൻ മരണത്തെ ജയിച്ചവനാ. He's the one who has overcome the death. മരണത്തെ ജയിച്ചവനാ. He has overcome the death. അല്ല, പത്മോസിൽ കിടന്നോണ്ട് യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ഹല്ലേലൂയ, യോഹന്നാൻ പറയുകയാണ്, ഭയന്ന് പേടിച്ചു നിൽക്കുമ്പോൾ കർത്താവ് പറയുക, യോഹന്നാനെ, നീ മരണം കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ മരണം കണ്ടവനാ. And you see, if you go and ask John, who is there in Patmos, and Jesus tells him, "Don't worry, but you have not seen death, but I have seen death." ഞാൻ മരണത്തെ കണ്ടവനല്ല, മരണം അനുഭവിച്ചവനാ. And Jesus tells John that I have not just seen death, but I have experienced death. മരണത്തെ ഞാൻ അറിഞ്ഞവനാ. I have known what is death. നിനക്ക് ഇവിടെ മരണം ഉണ്ടാകത്തില്ല. You will not die here. നിനക്ക് ഇവിടെ മരണം ഉണ്ടാകത്തില്ല. You will not die here. അവൻ ആത്മവിവശതയിലായി. And he was filled with the Holy അവൻ Spirit. ആത്മവിവശതയിലായി. John was filled with the Holy Spirit. ഹല്ലേലൂയ. വചനത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. And the word of God can do its work. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. And God's word will do something in your personal നിന്റെ life. വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. God's word can do something great in your personal life. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. How many of you believe that? Lift up your hands and give glory to God. Hallelujah. മറിയ, നീ വിശ്വസിക്കുന്നു? Mary, do you believe this? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe, you will see the glory of God. ഒറ്റ പ്രാർത്ഥനയാ. It was just a prayer that he made. കർത്താവേ, ലാസർ പുറത്തു വന്നിട്ടില്ല. Lazarus has not come out. ലാസർ മരിച്ച അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാ. And Lazarus is still lying dead there. അവന്റെ കെട്ടാരും അഴിച്ചിട്ടില്ല. Nobody has released the bindings that were bound on him. മാനുഷികമായിട്ട് ഒരു സാധ്യതയുമില്ല.
In a human terms, there is no possibility. പക്ഷേ പ്രവാചകൻ പറയുകയാണ്, അഭിഷക്തൻ പറയുകയാണ്, ഹല്ലേലൂയ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. But the anointed one is saying that, I thank you, God, for you heard my prayer. Each and everybody stand up in the presence of the Lord. Amen. Hallelujah.